പോളിംഗ് ശതമാനത്തിൻ്റെ വർധനവ് സ്വാഭാവികമായും ഉണ്ടാവേണ്ടതാണ്. SIRൻ്റെ ഭാഗമായിട്ട് വോട്ടർ പട്ടിക പരിഷ്കരിച്ചതാണല്ലോ. അപ്പോൾ സ്ഥലത്തില്ലാത്ത മരണപ്പെട്ട ആളുകൾ, അതുപോലെ തന്നെ ഡബിൾ വോട്ട് തുടങ്ങിയുള്ള അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് വോട്ടർ പട്ടിക പരിഷ്കരിച്ചതാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ വർധനവ് മൊത്തത്തിൽ പ്രതിഫലിക്കും. അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് പോളിംഗ് ശതമാനത്തിലുള്ള വർധനവ്. നല്ല രാഷ്ട്രീയ മത്സരമാണ് ജില്ലയിൽ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 16 അസംബ്ലി മണ്ഡലങ്ങളിലും, സാധാരണഗതിയിൽ ഏതാനും അസംബ്ലി മണ്ഡലങ്ങളിൽ മാത്രമായിട്ടാണ് കടുത്ത മത്സരങ്ങൾ നടക്കാറ്. അതിന് വ്യത്യസ്തമായി UDF നന്നായി വിയർക്കേണ്ടി വന്നിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പാണ്. ഇടതുപക്ഷം വളരെ കൃത്യമായി കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും അതിൻ്റെ ഭാഗമായി ജില്ലയിൽ ഓരോ അസംബ്ലി മണ്ഡലത്തിലുണ്ടായിട്ടുള്ള വികസന മാറ്റങ്ങൾ, അതിനോടൊപ്പം തന്നെ ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളും അതിൽ ജനങ്ങൾക്കുണ്ടായിട്ടുള്ള ആശാവഹമായിട്ടുള്ള മാറ്റങ്ങളും, അതിനോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തിപ്പിടിക്കുന്ന ബദൽ വികസന കാഴ്ചപ്പാടും മതനിരപേക്ഷ രാഷ്ട്രീയവും, രാജ്യത്തിനകത്ത് ക്രൈസ്തവരും അതുപോലെ തന്നെ മുസ്ലിം വിഭാഗവുമാകെ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഭരണകൂടം തന്നെ രാജ്യത്തെ മതരാഷ്ട്രമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഭരണ നടപടികൾ സ്വീകരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കേരളം അതിന് വ്യത്യസ്തമായി എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് പിടിച്ച് മതന്യൂനപക്ഷങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള സംരക്ഷണം നൽകി എല്ലാവർക്കും നിർഭയമായി ജീവിക്കാൻ കഴിയാവുന്ന സമാധാനപരമായ ഒരു അന്തരീക്ഷം ഈ കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി ഉണ്ടായത്. ഈ ഇടതുപക്ഷ അടിത്തറയിൽ നിന്നും അതുപോലെ തന്നെ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണ സംവിധാനത്തിൻ്റെ ഈ ഭാഗമായിട്ടാണ്. ഇതെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിൽ പ്രകടനപത്രികയിൽ മുന്നോട്ട് വച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കിയതെല്ലാം വെച്ചുകൊണ്ടാണ് ഇടതുപക്ഷം ജനങ്ങളെ സമീപിച്ചിട്ടുണ്ട്. എന്നാൽ UDF കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ചിട്ടുള്ള അതേ സമീപനം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലും കാണാനിടയായിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അവർ രാജ്യത്തുയർന്നു വന്നിട്ടുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളോ നമ്മുടെ സംസ്ഥാനത്തിൻ്റെയോ മണ്ഡലങ്ങളുടെയോ വികസന പ്രശ്നങ്ങളെയല്ല, അത്തരം കാര്യങ്ങളോട് മുഖം തിരിഞ്ഞു നിന്ന് ജനങ്ങൾക്കിടയിൽ മതധ്രുവീകരണം ശക്തിപ്പെടുത്തുന്നതിനും അതോടൊപ്പം തന്നെ വ്യാജ പ്രചരണങ്ങൾ, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തി എങ്ങനെയെങ്കിലും ഏതെങ്കിലും വിധത്തിൽ ജയിച്ചു കയറാം എന്നുള്ള വ്യാമോഹത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ആകെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അത്തരം കാര്യങ്ങൾ നമ്മൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കണ്ടിട്ടുള്ളതാണ്. തീർത്തും വ്യത്യസ്തമായുള്ള സമീപനമല്ല ഈ തെരഞ്ഞെടുപ്പിലും കണ്ടിട്ടുള്ളത്. എന്നാൽ ഇന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സമീപനം തന്നെയാണ് കേരളത്തിൽ പൊതുവെ, അതുപോലെ തന്നെ മലപ്പുറം ജില്ലയ്ക്കകത്തുള്ള ആളുകൾ, ജനങ്ങൾ പൊതുവെ സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇപ്പോൾ UDF പരാജയപ്പെട്ടാൽ BJPയുടെ ശക്തി വർദ്ധിക്കും എന്ന രീതിയിൽ പ്രചരണം നടത്തുകയുണ്ടായി. ഇത് വ്യക്തമാക്കുന്നത് എന്താണ്? ഇത് വ്യക്തമാക്കുന്നത് ഇടതുപക്ഷം വിജയിച്ചു കഴിഞ്ഞാൽ UDF പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ BJPയിലേക്ക് പോകും എന്നുള്ളതാണ്. അങ്ങനെ ജനങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണ്. കോൺഗ്രസ് വിജയിച്ചിട്ടുള്ള സംസ്ഥാനങ്ങളിൽ BJPയിലേക്ക് പോയിട്ടുള്ള ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. നിരവധിയാർന്ന സംസ്ഥാനങ്ങളിൽ ഒന്നിച്ച് ജയിച്ച നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ തന്നെ BJPയിൽ പോയി ചേർന്ന് ഗവൺമെൻറ് രൂപീകരിച്ചിട്ടുള്ള ചരിത്രമാണ്, മുൻകാല അനുഭവമാണ് രാജ്യത്തുണ്ടായിട്ടുള്ളത്.
അപ്പം ജയിച്ചാലും തോറ്റാലും ഞങ്ങൾ ഇവരെ ശക്തിപ്പെടുത്തും എന്നുള്ള നിലപാടാണ് ഇന്ന് വ്യക്തമാകുന്നത്. ഈ രീതിയിൽ വ്യാജ പ്രചരണങ്ങൾ നടത്തി ജനങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയെങ്കിലും ജയിച്ചു കയറാം എന്നുള്ളതാണ് ഇവരാകെ പ്രചരിപ്പിച്ചിട്ടുള്ളത്. SIR നടപ്പിലാക്കിയത് പിണറായി ഗവൺമെൻറ്റാണ് എന്നുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചരണങ്ങൾ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ രൂപത്തിൽ നടത്തി. അതിന് സമാനമായ രൂപത്തിലുള്ള വിവിധങ്ങളായിട്ടുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തി വികസനത്തോട് മുഖം തിരിഞ്ഞു നിന്നും മതനിരപേക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാതെ രാഷ്ട്രീയ പ്രശ്നങ്ങളോട് മുഖം തിരിഞ്ഞു നിന്ന് വ്യാജ പ്രചരണങ്ങളിലൂടെ അപവാദ പ്രചരണങ്ങളിലൂടെ ഒരു തെരഞ്ഞെടുപ്പിനെ ജയിക്കാൻ വേണ്ടി കഴിയും എന്നുള്ളതിൻ്റെ പരീക്ഷണശാലിയാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് UDF ശ്രമിച്ചിട്ടുള്ളത്. ആ ശ്രമത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു മികവാർന്ന ജനവിധി ഉണ്ടാകും. മലപ്പുറം ജില്ലയ്ക്കകത്ത് ഇടതുപക്ഷത്തിൻ്റെ വോട്ടിംഗ് ശതമാനത്തിൽ നല്ല രൂപത്തിലുള്ള വർധനവ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയം. എത്ര സീറ്റ് നിലനിർത്താൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്? 3-ലധികം വരുന്ന സീറ്റുകളിലേക്ക് ജയിച്ചു കയറാൻ പറ്റും എന്നുള്ളതാണ് ഇടതുപക്ഷം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ. അതായത് ആകെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഇവിടെ വലതുപക്ഷത്തിന് രാഷ്ട്രീയമായി നല്ല സ്വാധീനമുള്ളതാണ്. സാധാരണഗതിയിൽ ഏതാനും ചില മണ്ഡലങ്ങൾ ഒഴികെ അവർക്കൊരു ഈസി വാക്കവറാണ് പൊതുവിലുണ്ടാവാറ്. അതിന് വ്യത്യസ്തമായി വ്യാജ പ്രചരണങ്ങൾ ഇറക്കിയും നല്ല രൂപത്തിൽ അതത് മണ്ഡലങ്ങളിൽ കേന്ദ്രീകരിച്ച് നിന്നുകൊണ്ടും നന്നായി വേർത്തിട്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ലീഗും അതുപോലെ തന്നെ കോൺഗ്രസും അഭിമുഖീകരിക്കേണ്ടി വന്നത് എന്നുള്ളത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം നല്ല വിജയമാണ്. ചില നേതാക്കന്മാർ തന്നെ സ്ഥിരമായി ഉള്ള കൂടുമാറി മറ്റ് ഭാഗങ്ങളിലേക്ക് ചേക്കേറിയതെല്ലാം ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെയാണ് അത് തന്നെ ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ വിജയം.